ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ സ്നാക്ക് റെസിപ്പിയും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ട് നമ്മൾ കുറേ റെസിപ്പീസ് കണ്ടിട്ടുണ്ട്. നേന്ത്രപ്പഴം വെച്ചിട്ട് പഴം വഴറ്റിയതെന്ന് പറഞ്ഞിട്ടുള്ള റെസിപ്പി. പക്ഷെ അതിൻ്റെ തന്നെ ഭയങ്കര സിംപ്ലസ്റ്റ് ഫോമാണ് ഞാനിപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ പുഴുങ്ങിയ പഴം കഴിക്കാത്ത കുട്ടികളുണ്ട്, അല്ലെങ്കിൽ പുഴുങ്ങിയ പഴം എപ്പോഴും കഴിച്ച് ഇതായിട്ട് നമ്മൾ തീരെ കഴിക്കാതെ ഇരിക്കുന്ന ഒരു സാധനമാണല്ലോ പുഴുങ്ങിയപ്പഴം. എനിക്ക് പേഴ്സണലി പുഴുങ്ങിയപ്പഴം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പുഴുങ്ങിയപ്പഴം ഇഷ്ടമില്ലാത്ത കുറേ പേരുണ്ട്. കുട്ടനും ഒട്ടും ഇഷ്ടമില്ല എന്നാണ് കുട്ടൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചെറുപ്പത്തിൽ കഴിക്കാനും ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുട്ടികൾക്ക് ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നെയ്യും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഞാൻ ഇതിലിവിടെ എടുത്തിട്ടുള്ളത് നല്ലോണം പഴുത്ത പഴമാണ്. അപ്പോൾ പഴുത്ത പഴം വെച്ച് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. പഴംപൊരി എപ്പോഴും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത 3 നേന്ത്രപ്പഴമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇത്തിരി കട്ടിയിൽ നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഭയങ്കര ഒരു സിമ്പിൾ റെസിപ്പിയാണ്. 5 ഇൻഗ്രീഡിയൻസിന് താഴെ ഉപയോഗിച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കുക, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. കുഞ്ഞ് പാനാണ് ഇതെൻ്റെ കേട്ടോ. അപ്പോൾ ഇത് നെയ്യ് കാണുമ്പോൾ കുറേ നെയ്യ് ഒഴിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഉപയോഗിച്ചിട്ടുള്ളൂ 3 പഴത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഈ സ്ലൈസ് ചെയ്ത പഴത്തിനെ ഓരോന്നായിട്ട് ഇങ്ങനെ പരത്തി ഇങ്ങനെ വെക്കാം. ഇതിന് മുകളിലേക്ക് നമ്മളുടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. അത് കഴിഞ്ഞ് ഇതിന് മുകളിൽ 1 പിടി നാളികേരം നമുക്ക് ഇട്ട് കൊടുക്കാം, ചിരകിയ നാളികേരം. അപ്പം നല്ലോണം മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിനെ മറിച്ചിടാം. മറിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്കിതിന് മുകളിൽ പഞ്ചസാര ഇടണ്ട കേട്ടോ. പഞ്ചസാര നമ്മൾ ഓൾറെഡി ഇട്ടു. പിന്നെ എന്താ പറയുക, പഴം നല്ലോണം പഴുത്ത പഴയതുകൊണ്ട് നല്ല മധുരം ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇനി പഞ്ചസാര ഇടുന്നില്ല. നമ്മളുടെ ഇഷ്ടം പോലെയാണ്, നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര കൂടുതൽ ഇടാം. പക്ഷെ ഞാനിവിടെ ഇനി പഞ്ചസാര ഇടുന്നില്ല. പക്ഷെ ഇതിന് മുകളിൽ 1 ലെയർ നാളികേരം കൂടി ഞാൻ ഇടുന്നുണ്ട്. നല്ലപോലെ അപ്പുറത്തും ഇപ്പുറത്തും മുരിഞ്ഞ് കഴിയുമ്പോൾ ഇത് റെഡിയായി. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ റെസിപ്പി അല്ലേ? ഇത്രയേ ഉള്ളൂ ഈ പഴത്തിൻ്റെ റെസിപ്പി. പഴം കഴിക്കാത്ത കുട്ടന് ഒട്ടും നേന്ത്രപ്പഴം കഴിക്കാത്ത ആളാണ്. ആൾക്കിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ നല്ലപോലെ കഴിക്കും. അപ്പോൾ ഇത് നമുക്ക് വലിയ ആൾക്കാർക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്ന കാര്യം നെയ്യാണ്. നെയ്യും പഞ്ചസാരയും സ്കിപ്പ് ചെയ്താൽ തന്നെ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നെയ്യും പഞ്ചസാരയും സ്കിപ്പ് ചെയ്തിട്ട് വെറുതെ പഴം എന്താ പറയുക, നമ്മളുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ നമ്മൾ മൊരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണയെ വേണ്ട. അപ്പോൾ എണ്ണയില്ലാണ്ട് നമുക്ക് ചെയ്ത് നാളികേരം കൂടി ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ സ്മൂതി ബോളിൻ്റെ കൂടെ മുകളിൽ ഇടാൻ ചെയ്യാം. അല്ലെങ്കിൽ ഇത് മാത്രം കഴിച്ചാലും മതി, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. അല്ലെങ്കിൽ ഒരു സ്നാക്കായിട്ട് നമുക്ക് ഇടയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ കുട്ടികൾക്ക് നേന്ത്രപ്പഴം ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഇത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ റെസിപ്പി. നമുക്ക് നല്ലൊരു ചായയുടെ കൂടെയോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് എൻ്റെ അടുത്ത് പറയാൻ മറക്കരുത്. ഇത് ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. ഇതിൻ്റെ വേറെ റെസിപ്പീസ് അവലൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പീസ് വേറെ ഉണ്ട്. പക്ഷെ ഇത് ഞാനൊരു സിമ്പിൾ ഐഡിയ പറഞ്ഞു തന്നതാണ്. ഇതിന് മേലെ വേണമെങ്കിൽ നമുക്ക് ഏലക്കായോ അല്ലെങ്കിൽ കശുവണ്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാം. പക്ഷെ അതൊക്കെ ഇത്തിരി എക്സ്ട്രാവഗൻ്റ് ആയി പോകില്ല. അപ്പോൾ ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് സാധനമാണ്. നമുക്ക് നേന്ത്രപ്പഴം എന്നും കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ കഴിച്ച് നോക്കുക. അപ്പോൾ ചിലപ്പോൾ നല്ല ഇഷ്ടം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എപ്പോഴും ചെയ്യുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ ടാറ്റാ.